ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീടിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട് കാണാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതെൻ്റെ സ്വന്തം വീടാണ്, പാലക്കാടാണ് എൻ്റെ വീട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു 5-6 മാസമായി പള്ളി നിറച്ച് ഫെബ്രുവരി മാസത്തിലുള്ള പള്ളി നിറച്ച സമയത്താണ് ഞാൻ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നതാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അനിയനും അച്ഛനുമാണ് ഉള്ളത്. അമ്മ മരിച്ചിട്ട് 3 വർഷമായി. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വീടിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഭംഗിയുള്ളതൊന്നുമല്ല ഞങ്ങളുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ വീടിൻ്റെ മുൻവശമാണിത്. TV പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വലിയൊരു ഹാളാണ്. പിന്നെ എന്താ പറയുക, വലിയ റൂമുകളൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ഉള്ളത്. അപ്പോൾ 3 റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ചേർന്ന ഒരു കുഞ്ഞു വീടാണ് കേട്ടോ ഞങ്ങളുടേത്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷം ഓലപ്പുര വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് വീട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീട് നമ്മൾ വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും പൂർത്തീകരിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇതിലേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നത്. റൂമൊന്നും തിരിക്കാതെ തേക്കാതെയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ ഒന്നും തേക്കാതെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ ഓരോരുത്തരും പണിക്കൊക്കെ പോയിട്ട് അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് പണി ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാമെന്ന് പറഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് പഠിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യമേ ഉണ്ടായിരുന്നില്ല. എൻ്റെ പഠനം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീടും അതുപോലെ ഇതേ റൂമിനകത്ത് ഷെൽഫൊക്കെ വന്നത്. ബുക്കുകളൊന്നും വയ്ക്കാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അമ്മയാണെങ്കിലും അതെ, സ്വന്തമായിട്ടൊരു വീട് അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, അമ്മ മരിച്ചുപോയി. അപ്പോൾ ഞാനാണ് ഈ റൂം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കട്ടില് പിന്നെ അതുപോലെ ഇങ്ങനെ വെച്ചിരിക്കാനായിട്ട് ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ താഴെയാണ് കിടക്കുന്നത്. പിന്നെ മുമ്പ് ഫാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഫാനൊക്കെ അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഓടിട്ട വീടാണ്. കഴിക്കോലെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കഴിക്കോലാണ് കേട്ടോ. അതൊക്കെ ചെതല് പിടിക്കാതിരിക്കാൻ അച്ഛൻ മരുന്നൊക്കെ ആക്കുന്നുണ്ട്. അപ്പം ഇത് മൊത്തം സീൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ റൂമിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് 3 റൂമാണ് കേട്ടോ. അപ്പം ഇത് ഞങ്ങളുടെ നടു റൂമാണ്. റൂമിനകത്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത് അച്ഛൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ ഇതേ മീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ചില്ലറ പൈസകളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറേ ചില്ലറ പൈസ അവിടെ TVൻ്റെ അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അനിയനും എപ്പോഴും പറയും വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചില്ലറ പൈസ, അച്ഛൻ്റെ ചില്ലറ പൈസ ഒന്നും എടുത്തിട്ട് വരരുതെന്ന്. ചില്ലറ പൈസ കണ്ടാൽ എൻ്റെ കൺട്രോൾ തെറ്റും കേട്ടോ. അപ്പോൾ അച്ഛൻ നമുക്ക് തരുകയും ചെയ്യും. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ വാരിയെടുത്ത് കൊണ്ട് വെക്കുമെന്ന് പറയും കേട്ടോ. നമുക്ക് എത്ര പൈസ കിട്ടിയാലും തികയില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത്. പിന്നെ അച്ഛൻ്റെ ടൂർ പോയപ്പോഴൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അതൊക്കെ. അച്ഛന് പിന്നെ ഓഗസ്റ്റിലൊരു ടൂർ പോകുന്നുണ്ട്. അതായത് പ്രായമായിട്ട് ഉള്ള ആൾക്കാർക്കായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, വിനോദയാത്ര. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. പിന്നെ അതുപോലെ അച്ഛൻ പത്രമൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. പത്രമൊക്കെ വായിക്കുന്ന ആളാണ്. പിന്നെ ഇവിടെയാണ് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുത്ത റൂമെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അമ്മയുള്ള സമയത്ത് ഉള്ള ഒരു പൂച്ചയാണ്. ആ പൂച്ച എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ചെറിയ 2 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വലുതായി. പിന്നെ അതിലൊന്ന് പ്രസവിച്ചു. അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു 5, 6, 7, 8 പൂച്ചകളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവരിങ്ങനെ എവിടെയൊക്കെ ആയിരിക്കും ചിലപ്പം അപ്പിയൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാതിലെല്ലാം എപ്പോഴും അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അടുക്കള ഭാഗം മാത്രമേ അതിന് തുറന്നു കൊടുക്കുള്ളൂ. അവിടെ പാല് കുടിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അവരെല്ലാവരും അവിടെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം പിന്നെ എൻ്റെ അമ്മേനെ കാണാത്തവർക്കായിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ അമ്മ. പിന്നെ ഇത് കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ. ആദ്യക്കുട്ടൻ ജനിച്ചെന്നുള്ള വീട്ടിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഇങ്ങോട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് ഇവിടെയായിരുന്നു എൻ്റെ പ്രസവമൊക്കെ. അപ്പോൾ ഉള്ള കുഞ്ഞിൽ എടുത്തിട്ടുള്ള ആദ്യക്കുട്ടൻ്റെ ഫോട്ടോസാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ
അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ. അത് പിന്നെ എൻ്റെ മൊബൈലിൽ നിന്ന് തന്നെ ഇത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം എന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ആണിത്, അമ്മയും അച്ഛനും കൂടിയിട്ടുള്ളത്. പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും നമ്മളെപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടേക്കെങ്കിലും പോയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അമ്മ അറിയുമ്പോൾ, അല്ല ഞാൻ വർക്കിനൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അമ്മ അങ്ങനെ എപ്പോഴും ബ്ലൗസും മുണ്ടൊക്കെയാണ് കേട്ടോ ഉടുക്കാറ്. അപ്പോൾ അമ്മ ഞാൻ വരുന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞാൻ വരുന്നുണ്ടാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ അമ്മേനെ തന്നെയാണ്. അമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഭാഗത്ത് വെറുതെ ഇരിക്കുകയല്ലോ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിക്കായിട്ട് പോകും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃഷിപ്പണിയൊക്കെയാണ് ഉണ്ടാകുക, നടാനും അതുപോലെ തന്നെ എല്ലാ പണിക്കും അമ്മ പോകും. വേലി കെട്ടാൻ, അതുപോലെ തന്നെ തൊഴിലുറപ്പിന്, അതുപോലെ തന്നെ കൊയ്ത്തിന്, അങ്ങനെ എല്ലാ പണിക്കും പോകുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ. അതല്ലാത്ത സമയത്ത് വീട്ടിലാണെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പാത്രം കഴുകും, തൂത്തും തുടച്ചും വെള്ളം കോരിയും ഒക്കെ ഇരിക്കും. അമ്മയ്ക്ക് ഞാൻ മുറ്റമടിച്ച അമ്മയ്ക്ക് വൃത്തിയാക്കുകയില്ല, ഞാൻ മുറ്റമടിച്ച അമ്മയ്ക്ക് പിടിക്കില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും മത്സരമായിരിക്കും മുറ്റമടിക്കാൻ വേണ്ടിയിട്ട്. അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് എപ്പോഴും നമ്മുടെ സ്വന്തം അമ്മേനെ കുറിച്ച് വായി തരാതെ പറയാൻ തന്നെ ഇരിക്കും. അമ്മയ്ക്ക് ആകെ പറയാനുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ, എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അധികം ലോകവിവരമൊന്നും ഇല്ല കേട്ടോ. വെളിയിലേക്കൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും അമ്മയ്ക്ക് അറിയില്ല. അതുപോലെ സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനൊന്നും അമ്മയ്ക്ക് അറിയില്ല. അപ്പം ആകെ അമ്മയ്ക്ക് അറിയാവുന്നത് പണിക്ക് പോകുക, പണിക്ക് പോയിട്ട് കിട്ടുന്ന കൂലി. അതായത് ഇപ്പോൾ നമ്മൾ പണി ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ, ആ പൈസ ഒരു പോലും ചിലവാക്കാതെ അച്ഛനെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ മകനും എനിക്കും അച്ഛനൊന്നും ഒരു അസുഖവും വരാതിരിക്കണം എന്നാണ് അപ്പോഴും അമ്മയുടെ പ്രാർത്ഥന. പിന്നെ അതെല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്, എല്ലാ അമ്മമാരും എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം എൻ്റെ അമ്മ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ആകെ പറയാനുള്ളത് ചോറ് കഴിക്കുന്ന കാര്യം മാത്രമാണ്. ഫോൺ വിളിച്ചാലും നമ്മളിവിടെ ഉണ്ടെങ്കിലും എപ്പോഴും ചോറ് കഴിക്കടി എന്നൊരൊറ്റ വാക്ക് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ കേട്ടോ. അമ്മയ്ക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കുശുമ്പ്, അസൂയ, പരദൂഷണം പറച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്കില്ല. അതുപോലെ ആഡംബരമായിട്ട് നടക്കണം എന്നൊരു ആഗ്രഹമില്ല. 1-2 സാരി, പിന്നെ ഇത്തിരി പൗഡർ ഇടണം, ഇത്തിരി പൊട്ട് വെക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. മരിച്ച സമയത്ത് എനിക്ക് അങ്ങനെ വലിയ ഒരു വിഷമമൊന്നും ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണ് അമ്മയാണ്. നമ്മൾ ജനിച്ചപ്പോൾ എന്താ പറയുക, നമ്മൾ ജനിച്ചപ്പോൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ അമ്മേനെയാണ്. പിന്നെ എന്താ പറയുക, ഞാനൊരു അമ്മ ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഞങ്ങളെ എങ്ങനെയാണ് എന്തൊക്കെ സ്വപ്നങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് വളർത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാകും. അന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിയാത്ത സമയത്ത് അമ്മയുള്ള സമയത്തൊന്നും അതിൻ്റെ അത്രത്തോളം ഒരു ഗൗരവം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില. ബന്ധങ്ങൾ, ഏത് ബന്ധമാണ്, അമ്മയാണെങ്കിലും ഏത് ബന്ധങ്ങളാണെങ്കിലും നമുക്ക് ഇല്ലാതിരിക്കുമ്പോഴേ അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സങ്കടം വന്നു കഴിഞ്ഞാൽ, സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം നമ്മുടെ അമ്മയുടെ തന്നെയായിരിക്കും. അപ്പം അമ്മേനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വീടെന്ന് പറഞ്ഞാൽ മുറ്റം ഇപ്പോൾ ആദ്യം മുമ്പ് കോൺക്രീറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ വെട്ടിപ്പൊളിച്ച് വെച്ചിരിക്കുക. കാരണം എന്താ പറയുക, ഇതിൽ കൂടെ ഇങ്ങനെ ബൈക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ പൊളിഞ്ഞ് ഇതൊക്കെ ചെയ്തതുകൊണ്ട് മുമ്പ് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മ മരിച്ചതിന് ശേഷമാണ് ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പം മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നന്നായി നനയുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന് അച്ഛൻ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അതുപോലെ കോൺക്രീറ്റൊക്കെ ഇപ്പോൾ വെട്ടിപ്പൊളിച്ചിട്ട് ഇപ്പോൾ മെറ്റൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വീട്ടിന് ഓരോ പുരോഗതി ഉണ്ടാകുമ്പോഴും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എന്നെക്കൊണ്ട് വാടി പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നലെ ഒന്നും പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊരു ദിവസം അച്ഛൻ പണിക്ക് പോയിട്ടുണ്ട്. ഞങ്ങളപ്പം 2-3 ദിവസത്തേക്കായിട്ട് വന്നതാണ് കേട്ടോ. ഒരുപാട് നാളുകളായി വന്നിട്ട്. അപ്പോൾ നാളെ ഞായറാഴ്ച വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുകയാണ്. പിന്നെ പാടത്ത് പോയിട്ട് റീൽസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ മഴയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്തെന്ന് പറഞ്ഞാൽ മുൻവശത്ത് പറമ്പാണ് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ വീടിൻ്റെ മുൻവശം എന്ന് പറയുന്നത് വീടിൻ്റെ പിൻവശമാണ്. പിന്നെ ഈ ഒരു കാണുന്നത് ഇപ്പോഴത്തെ തൊഴുത്താണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് തൊഴുത്താണ്. ഈ
കാണുന്നത് തൊഴുത്താണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ ഈ കാണുന്ന ഇത്രയും സ്ഥലമുണ്ടല്ലോ, അത് ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ കുഞ്ഞിലെ തന്നെ എന്താ പറയുക, നമ്മൾ ഓർമ്മ വെച്ച കാലത്തിൽ തന്നെ ഒരു കുഞ്ഞു ഓലപ്പുര വീട് അവിടെയായിരുന്നു ഞങ്ങൾ വെച്ചിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് തറവാട് വീടാണ് കേട്ടോ കാണുന്നത്, തറവാട് വീടാണ്. പിന്നെ രണ്ട് വീടുകളുണ്ട്, അപ്പുറത്ത് 2 വീടുകളുണ്ട്. അതൊന്ന് ചെറിയച്ഛൻ്റെ ഇടയിലുള്ള ചെറിയച്ഛൻ്റെയും പിന്നെ അപ്പുറത്തത് മൂത്ത ചെറിയച്ഛൻ്റെയാണ്. മൂത്ത ചെറിയച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 4-5 വർഷമായിട്ടുണ്ട്. അവൻ്റെ ഭാര്യയും മക്കളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഏട്ടൻ അനിയന്മാരുടെ ഒരു കൂട്ടായ്മയാണോ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചാണ് കേട്ടോ. 3 ചെറിയച്ഛന്മാരും കൂടി വാങ്ങിച്ചൊരു പറമ്പാണിത്. മുമ്പ് എൻ്റെ കുഞ്ഞിലെ തന്നെ ഇതൊക്കെ ഒരു നടവഴിയും ഇവിടെ നിറയെ മരങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കാട് പിടിച്ച ഒരു സ്ഥലമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീടിനെ കുറിച്ച് ഒക്കെ പറയാനുള്ളത്. വീട് ഫുള്ളായിട്ട് കാണാമെന്ന് വെച്ചാൽ അതാണ് വീട്. അപ്പോൾ ഇത് കഴിഞ്ഞ പള്ളിനേരത്തേക്ക് ആദ്യത്തെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അവൾ കൊണ്ടുപോകാൻ മറന്നിട്ട് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് എടുത്ത് കളിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കുഞ്ഞിന് കൂട്ടുകാരന് അവളുടെ വീട്ടിലേക്ക് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളിതേ കടയിലൊക്കെ പോയി, ഒരു കടയിൽ പോയിട്ട് എനിക്ക് ഒരു 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് പഴയ ചെരുപ്പിട്ടിട്ടാണ് വന്നത്, പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ആദ്യം ബിരിയാണി വേണം പറഞ്ഞിട്ട് ബിരിയാണി വാങ്ങി, അതൊക്കെ കഴിച്ചു. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് അങ്ങനെ കടയിൽ കുറച്ച് സാധനം വാങ്ങിക്കണം, റേഷൻ കാർഡിൻ്റെ കോപ്പി എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് പണികളുണ്ട്. വൈകുന്നേരം ഇനി ചോറൊന്നും വെക്കില്ല, ചോറ് കുറച്ച് ഇരിപ്പുണ്ട്. എന്നാലും പൊറോട്ട എന്തെങ്കിലും ആയിരിക്കും വൈകുന്നേരം കഴിക്കുന്നത്. നാളെ കാലത്ത് ഞങ്ങൾ പോകും. അപ്പോൾ അച്ഛൻ പണിക്ക് പോയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ വരും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വെക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം പൊറോട്ടയൊക്കെ കഴിക്കുന്ന നേരം വെളുത്ത് ഞങ്ങൾ പുലർച്ചയ്ക്ക് തന്നെ ഇവിടുന്ന് അച്ഛൻ ബസ് കയറി വിടും ഞങ്ങളായിട്ട് കയറ്റി വിടും. പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴേക്കും ചേർത്തല തൈക്കൽ നമ്മുടെ വീടെത്തും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങൾ. അപ്പോൾ നിർത്തുകയാണ്.